വഖഫ് ബില്ലിനെതിരെ എല്ലാവരും സ്റ്റോറി ഇടുന്നു, അതുകൊണ്ട് ഞാനും ഇടുന്നു. ശരിക്കും എന്താണ് സംഭവം? വഖഫ് ബില്ല് ജനാധിപത്യ വിരുദ്ധമാവുന്നത് എങ്ങനെയാണ്? അതറിയണമെങ്കിൽ എന്താണ് വഖഫ് എന്നറിയണം. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി വിശ്വാസികൾ അവരുടെ സമ്പത്ത് നിലനിർത്തി മറ്റുള്ളവർക്ക് അതിന്റെ ഫലം പ്രയോജനപ്പെടുത്താൻ സാധിക്കും വിധം സമർപ്പിക്കുന്നതാണ് വഖഫ് സ്വത്തുക്കൾ. ഇങ്ങനെ വഖഫ് ചെയ്ത സമ്പത്ത് അനന്തരമെടുക്കാനോ വിൽക്കാനോ സാധിക്കില്ല. അത് അള്ളാഹുവിന് സമർപ്പിച്ചതാണെന്നർത്ഥം. പള്ളികളും മദ്രസകളും ഭൂമിയും മുതൽ ആശുപത്രികളും ലൈബ്രറികളും പൊതുവിദ്യാലയങ്ങളും റോഡുമൊക്കെ വഖഫ് ചെയ്യാൻ പറ്റും. വഖഫ് ചെയ്യുന്നയാൾ എന്തിനാണോ വഖഫ് ചെയ്തത് അതിനായിരിക്കും പിന്നീട് അത് ഉപയോഗിക്കപ്പെടുക. ഇനി ഇപ്പോൾ വന്ന വഖഫ് ഭേദഗതി ബില്ലിലേക്ക് വരാം. രാജ്യത്തെ 9.4 ലക്ഷം ഏക്കർ വരുന്ന 8.7 ലക്ഷം വഖഫ് സ്വത്തുക്കളിൽ കണ്ണുവെച്ചാണ് ഭരണകൂടം ഈ ബില്ല് ആസൂത്രണം ചെയ്തതെന്ന് ബുദ്ധിയുള്ള ഏത് ഇന്ത്യൻ പൗരനും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈ ബില്ല് പാസ്സാവുന്നതോടെ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ മതസ്ഥാപനങ്ങളും സ്ഥാവര ജംഗമ വസ്തുക്കളും ക്രമേണ പിടിച്ചെടുക്കുക എന്ന ഗൂഢതന്ത്രമാണ്. നമ്മുടെ രാജ്യത്തിന്റെ നിയമനിർമ്മാണ ശില്പികൾ ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ സംവിധാനങ്ങളും മുതലുകളും കൈകാര്യം ചെയ്യാനും സ്വതന്ത്രമായ നടത്തിപ്പിനും ഭരണഘടനയിൽ അവകാശം തന്നിട്ടുണ്ട്. ഈ ഭരണഘടന നമുക്ക് തന്ന അവകാശത്തിനെതിരെയാണ് പുതിയ ബില്ല് എന്നത് നിസ്സംശയം പറയാം. അതാണിത് ജനാധിപത്യ വിരുദ്ധമാവുന്നത്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഇത്തരം ഗൂഢനീക്കങ്ങൾക്കെതിരെ വലിയൊരു ശതമാനം വരുന്ന ക്രൈസ്തവ ഹിന്ദു സഹോദരന്മാരും പ്രതിപക്ഷ പാർട്ടികളും ഒന്നടങ്കം പ്രതികരിക്കുന്നുണ്ട് എന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതരത്തിന്റെ മഹത്വം വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ സങ്കടമെന്ന് പറയട്ടെ, ചെറിയൊരു വിഭാഗം ക്രിസ്ത്യൻസ് തന്നെ വഖഫ് ബില്ലിനെ സപ്പോർട്ട് ചെയ്തും സംസാരിക്കുന്നത് കണ്ടിരുന്നു. ഈ ബില്ല് മുസ്ലിമുകൾക്കെതിരെയുള്ള ബില്ലായി കരുതിയാണ് അവർ സംഘികൾക്കൊപ്പം നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇത് മുസ്ലിമീങ്ങൾക്കെതിരെയുള്ള ബില്ലല്ല, മറിച്ച് ഇത് രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘികൾ തുടങ്ങുന്ന ജനാധിപത്യ വിരുദ്ധ നടപടികളുടെ തുടക്കമാണ്. വഖഫ് ബില്ല് ക്രിസ്തീയ വിശ്വാസി സഹോദരങ്ങൾക്കും എതിരായി മാറും. എങ്ങനെയാണെന്നല്ലേ മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയാം.